അങ്ങനെ വിഷു വന്നെത്തി. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ട് അമ്മയാണ് ഞങ്ങളെ വിളിച്ചുണർത്തി കണിയൊക്കെ കാണിച്ചത്. ഞങ്ങളുടെ ഒപ്പം തന്നെ നിക്കവും വന്ന് കണി കണ്ടു. അവളാണെങ്കിലോ ഞങ്ങളെ ഒരിക്കൽ കണിയില്ലേ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ കിടക്കായിരുന്നു. ഇതാണ് നമ്മളൊരിക്കൽ കണി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോയി. ഞാനും ചേച്ചിയും കൂടിയായിട്ടാണ് പോയത്. അവിടെയാണെങ്കിൽ ഒരു അടിപൊളി കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഇപ്പം ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ കൈ നീട്ടവും കിട്ടി അമ്പലത്തിൽ നിന്ന്. പിന്നെ പുറത്ത് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, സത്യം പറയാം. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അത് കഴിഞ്ഞ് വീടെത്തിയപ്പോഴാണെങ്കിലും ചേച്ചിയുടെ വക വേറെ സർപ്രൈസ്. ചേച്ചി എനിക്ക് പുടവയും കൈനീട്ടമൊക്കെ തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചി എന്നെ മാത്രമല്ല അമ്മേനെയും അച്ഛനെയും ഒക്കെ സർപ്രൈസ് ചെയ്തു. അവർക്കും കൊടുത്തതുപോലെ തന്നെ സർപ്രൈസായിട്ട് ഡ്രസ്സൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഷോർട്സ് ഇടാൻ വേണ്ടി ഞങ്ങളൊരു ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു. അമ്മയും ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി റെഡിയാക്കിയൊരു സദ്യയാണ്. അതും പായസമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഒപ്പം തന്നെ നിക്കവും കഴിച്ചിട്ടോ സദ്യ. അവളും ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഫിയാൻസി അമ്മക്കൊരു സർപ്രൈസ് കൊടുത്തു. അമ്മയാണെങ്കിൽ അതും കണ്ട് ഞെട്ടി. ചേച്ചി ഇവിടുത്തെ രാവിലത്തെ സർപ്രൈസ് കഴിഞ്ഞ് ഇവൻ്റെയും കൂടി സർപ്രൈസ് ആയപ്പോൾ അമ്മ ഒന്നുകൂടി ഞെട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകാറ്. ഞങ്ങൾ പണ്ട് തൊട്ട് അമ്മയുടെ വീട്ടിലായിട്ട് ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായി. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി, പേര് തുമ്പി. അങ്ങനെ ലാസ്റ്റ് പടക്കം പൊട്ടിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചു. വെറൈറ്റി പടക്കങ്ങളായിട്ട് ഇവിടെ എപ്പോഴും വാങ്ങിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഓരോ പടക്കങ്ങളുടെ പേര് തന്നെ പഠിക്കുന്നതിന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വിഷു ഗംഭീരമാക്കി അടിച്ചു പൊളിച്ചു. ഇനി വീട്ടിലേക്ക് പോകുന്ന നേരമായപ്പോഴത്തേക്കും ഞാൻ തുമ്പിനെ അടിച്ചു മാറ്റിയാലോ എന്ന് വിചാരിച്ച് ബാഗിലേക്ക് ഇട്ടതും അമ്മായി കയ്യിലൂടെ പൊക്കി. അത് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ വിഷു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.